തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. UDF കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഭരണത്തിലേക്ക് കയറാനുള്ള ശക്തമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം UDF തങ്ങളുടെ പ്രചരണ മുദ്രാവാക്യം പുറത്തിറക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു പുതിയ ക്യാമ്പയിനും തുടക്കം കുറിച്ചിരിക്കുന്നു. അത് നിലവിലെ LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അങ്ങനെ ഇത്തരത്തിൽ 2 നീക്കങ്ങളാണ് ഇന്നലെ UDF നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം മെയ് 4-ന് വോട്ടെണ്ണി ഫലപ്രഖ്യാപനം നടത്തുകയും ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് UDF കരുതുന്നത്. അങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങാനാണ് നമുക്ക് എല്ലാ സാധ്യതയും കാണുന്നത്. അതിന്റെ ഒരു തുടക്കമായിരുന്നു 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലവും എന്നത് നമുക്ക് അറിയാം. എന്തായാലും ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ ആത്മവിശ്വാസത്തിലാണ് UDFും കോൺഗ്രസും ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ LDF തങ്ങളുടെ ഒരു പ്രചരണ മുദ്രാവാക്യം പുറത്തിറക്കിയിരുന്നു. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നൊരു പ്രചരണ മുദ്രാവാക്യമാണ് LDF പുറത്തിറക്കിയത്. എന്നാൽ അതിനെതിരെ വലിയ രീതിയിൽ ട്രോളുകൾ നിറയുകയും അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുകയും ചെയ്യുന്ന ഒരു കാര്യം കണ്ടു. അതായത് UDF അതിന് തൊട്ടു പിന്നാലെ തന്നെ അതേ ക്യാപ്ഷൻ എടുത്തുകൊണ്ട് LDFിനെതിരായിട്ടൊരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള നിലയിൽ ഒരു പ്രചരണം നടത്തി. LDF ഉണ്ട്, മറ്റാരുണ്ട് LDF അല്ലാതെ എന്നതിന് അതിന് മുൻപായിട്ട് കേരളത്തെ കട്ടുമുടിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ തകർക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, ഒപ്പം തന്നെ ഈ പറയുന്ന ഫണ്ട് കട്ടുമുടിക്കാൻ, പാർട്ടി ഫണ്ട് കട്ടുമുടിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് LDFിന്റെ ആ പ്രചരണ മുദ്രാവാക്യം കടമെടുത്ത് അവർക്കെതിരെ തന്നെ ഒരു പ്രചരണായുധമാക്കുന്ന UDFിന്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കണ്ടത്. അത് വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തു. അതോടുകൂടി LDF ആ ഒരു പ്രചരണ മുദ്രാവാക്യം അധികം ഉപയോഗിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്കിപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം UDF തങ്ങളുടെ പ്രചരണ മുദ്രാവാക്യം പുറത്തിറക്കിയിരിക്കുകയാണ്. UDFിന്റെ പ്രചരണ മുദ്രാവാക്യം ഇങ്ങനെയാണ്: കേരളം ജയിക്കും, UDF നയിക്കും എന്നതാണ് UDFിന്റെ പ്രചരണ മുദ്രാവാക്യം. വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തെ ചേർത്തു പിടിക്കുന്ന ഒരു ആശയം ആ മുദ്രാവാക്യത്തിൽ അടങ്ങുന്നുമുണ്ട്. കേരളം ജയിക്കും, UDF നയിക്കും. അതായത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളം ജയിക്കാനായിട്ട് പോവുകയാണ് UDF. അങ്ങനെ കേരളത്തെ വരുന്ന നാളുകളിൽ UDF നയിക്കും എന്ന ജനങ്ങളോട് വ്യക്തമായി പറയുന്ന ഒരു പ്രചരണ മുദ്രാവാക്യമാണ് UDF പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഇന്നിറങ്ങിയ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ 1-ാമത്തെ പേജിൽ UDFിന്റെ ഒരു പരസ്യമുണ്ട്. അത് LDF സർക്കാരിനെതിരായിട്ടുള്ള തങ്ങളുടെ ഒരു പ്രചരണ തന്ത്രമാണ് എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് പറയുന്നത് LDF സർക്കാരിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി എന്നതാണ്. അത്തരത്തിലൊരു പ്രചരണമാണ്. ഈ ഭരണം അവസാനിപ്പിക്കാൻ സമയമായി എന്ന ഒരു പ്രചരണമാണ് UDF നടത്തുന്നത്. കണക്ക് ചോദിക്കാൻ സമയമായി എന്നൊരു ടാഗ് ലൈനും അതിന് കൊടുക്കുന്നുണ്ട്. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 25 ദിനം എന്നതാണ് ഇന്നത്തെ പത്രങ്ങളിലെ 1-ാം പേജിലെ പരസ്യം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണവൈകല്യങ്ങൾ എന്നത് എടുത്തു പറയുന്നുണ്ട്. അതിനകത്ത് ദുർഭരണം പറയുന്നുണ്ട്, അഴിമതി പറയുന്നുണ്ട്, അപ്പം തന്നെ ആരോഗ്യ മേഖലയെ തകർത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്, വിലക്കയറ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്, വന്യജീവി ആക്രമണം പറയുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം തന്നെ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് UDFിന്റെ ആ ഒരു പ്രചരണ തന്ത്രം ഒരുങ്ങിയിരിക്കുന്നത്. അവരുടെ ഒരു കൗണ്ട് ഡൗൺ, LDF സർക്കാരിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു വലിയ പ്രചരണ തന്ത്രം കൂടി UDF തുടങ്ങിയിരിക്കുകയാണ്. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി ഇത്ര നാൾ, ഇന്നത്തെ പത്രങ്ങളിൽ പറയുന്നത് 25 ദിവസം എന്നാണ്. അതുപോലെ ഇനി ഓരോ ദിവസം വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ആ രീതിയിൽ കൗണ്ട് ഡൗണുമായിട്ട് മുന്നോട്ട് പോകാനാണ് UDFിന്റെ ഒരു പ്രചരണ രീതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ ഇത്തരത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ MLA-മാരുടെയും പ്രമുഖ നേതാക്കളുടെയും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ അത്തരമൊരു പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്നലെ തന്നെ ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 25 നാൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ കൗണ്ട് ഡൗൺ
തുടങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾ ദിനങ്ങൾ എണ്ണിയിരിക്കുകയാണ് ഈ സർക്കാരിനെതിരെ വിധി എഴുതാനായിട്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഒന്നാകെ തന്നെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് ജനങ്ങളെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി ജനങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു പരസ്യമായിട്ട് അത് മാറിയിട്ടുണ്ട്. എന്തായാലും വലിയ ശക്തമായ രീതിയിലുള്ള രണ്ട് പ്രചരണങ്ങളാണ് UDF തുടങ്ങുന്നത്. ഒന്ന്, തങ്ങളുടെ പ്രചരണ മുദ്രാവാക്യം കേരളം ജയിക്കും, UDF നയിക്കുമെന്ന വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം UDF മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി എത്ര നാൾ എന്ന രീതിയിൽ ഒരു കൗണ്ട് ഡൗണും തുടങ്ങിയിരിക്കുകയാണ്. അത് രണ്ടും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ജനങ്ങൾ ഒന്നടങ്കം അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സർക്കാരിനെ താഴെയിടുക, 10 വർഷത്തെ ദുർഭരണം, ആ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ രൂപീകരിക്കാൻ അധികാരത്തിലെത്തും എന്ന് ജനങ്ങളോട് തുറന്നു പറയുന്ന ഒരു പ്രചരണ രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ LDFന്റെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഫ്ലോപ്പായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം വരുന്ന അവരുടെ ഈ പ്രചരണ മുദ്രാവാക്യം പോലും തകർന്നു പോകുന്ന ഒരു കാഴ്ച. എന്തായാലും UDF ആ രീതിയിൽ ശക്തമായിട്ടുള്ള പ്രചരണ മുദ്രാവാക്യങ്ങളും ഇറക്കി പ്രചരണ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏപ്രിൽ 9 ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ, ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് അവർ നടത്തും. ശക്തമായിട്ടുള്ള ഒരു ജനരോഷം ആ വിധിയെഴുത്തിൽ ഉണ്ടാകും. തകർന്ന തരിപ്പണമായി LDF നിലംപൊത്തും എന്ന ഒരു ആത്മവിശ്വാസം UDFനും കോൺഗ്രസിനുമുണ്ട്. ആ തരത്തിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 9 ജനങ്ങൾ വിധി എഴുതും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.